വയനാട് പുൽപ്പള്ളിയിൽ കടുവയെ പിടികൂടാൻ ശ്രമം തുടരുന്നു. ഒരു കുങ്കിയാനയെ കൂടി തെരച്ചിലിനായി എത്തിച്ചു. കോന്നി സുരേന്ദ്രൻ എന്ന കുങ്കിയാനയാണ് എത്തിച്ചത്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ. ഇപ്പോൾ തെർമൽ ഡ്രോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആനിമലിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. തെർമൽ ഡ്രോൺ അത്രയ്ക്ക് പവർഫുൾ ആണ്. ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട്. കൂടാതെ മുത്തങ്ങയിൽ നിന്നും ഇപ്പോൾ നിലവിൽ വിക്രം എന്ന് പറയുന്ന കുങ്കിയാന നമ്മൾ മുൻപിനാലെ ഓപ്പറേഷൻസിലൊക്കെ ഉപയോഗിച്ച വിദഗ്ധമായിട്ടുള്ള കുങ്കിയാനയാണ്, അതിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുങ്കിയാനേനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സെർച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും. മറ്റൊരു കുങ്കിയാന സുരേന്ദ്രനെയും കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത്. നിലവിൽ ഈ പറയുന്ന ടൈഗറിന്റെ പ്രസൻസ് എവിടെയും നമുക്ക് ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസൽ, ഏത് ഘട്ടത്തിലാണ് ഈ ദൗത്യം? ധന്യ, കോന്നി സുരേന്ദ്രൻ എന്ന തലയെടുപ്പുള്ള കുങ്കിയാനെ കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ വലിയ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. കോന്നി സുരേന്ദ്രനും വിക്രമും ഇപ്പോൾ അമരക്കുനിയിലെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്തുണ്ട്. ഇനിയുള്ളത് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലിന് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുള്ള മുന്നിലുള്ള ലക്ഷ്യം. അത് അല്പസമയത്തിനകം തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം വനംവകുപ്പിന് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കടുവയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ രാവിലെ മുതൽ നടത്തിയ പരിശോധനയിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക, കടുവയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക വനംവകുപ്പിനുണ്ട്. എന്നിരുന്നാലും ഒരു പ്രതീക്ഷയുമുണ്ട്. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 2 കൂടുകളായിരുന്നു അമരക്കുനിയിൽ സ്ഥാപിച്ചത്. ഇപ്പോൾ 3ാമതൊരു കൂട് കൂടി അമരക്കുനിയുടെ മറ്റൊരു ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് ഈ ഒരു കടുവ ദൗത്യത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. നേരത്തെ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 2 ആഴ്ച കാലമായി പുൽപ്പള്ളിയിൽ വലിയ തരത്തിലുള്ള ജനരോഷത്തിന് കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂട് വെക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടന്ന് പിന്നീട് കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ഉത്തരവും ഇറങ്ങിയിരുന്നു. ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പിന്റെ സംഘമാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയത്. ഇപ്പോഴും ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. നിരവധി ക്യാമറകൾ ഈ ഭാഗങ്ങളിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സ്ഥലം മാറ്റം ചെയ്തുകൊണ്ട് മറ്റൊരു തരത്തിൽ കടുവയെ കൃത്യമായി കടുവയെ കിട്ടുന്ന രൂപത്തിലേക്ക് ക്യാമറകളൊക്കെ മാറ്റുന്ന ഒരു നടപടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടു കൂടി ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നൊരു പക്ഷേ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെയും ഈ ദൗത്യം തുടരുമെന്നുള്ള വനംവകുപ്പ് വ്യക്തമാക്കിയിട്ട്, എന്നിരുന്നാലും കടുവയെ പിടികൂടുക എന്നുള്ളത് പുൽപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ അത്യാവശ്യമായി ഇരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രാവെന്ന് പകരുന്ന വ്യത്യാസമില്ലാത്ത ഇവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാനൊക്കെ വലിയ ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്തെ വളർത്തുമൃഗങ്ങളെയൊക്കെ കടുവ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കടുവയുടെ ആക്രമണവും ഉണ്ടായാൽ ഒരുപക്ഷെ ജനരോഷം അതിരൂക്ഷമായി കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പുൽപ്പള്ളി നമ്മളത് നേരിട്ട് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. എല്ലാവിധ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും കൂടി തന്നെ സൗത്ത് DFO അജിത് കെ രാമൻ സംസാരിച്ചിരുന്നു. അദ്ദേഹമായി സംവിധാനങ്ങളെ കുറിച്ച് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാമറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാങ്കേതികമായി എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്, എന്ത് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ 2 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടാകില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേത് ഭാഗത്തേക്കാണ് തെരച്ചിൽ വ്യാപിപ്പിക്കുന്നത്? ധന്യ, ഈ ക്യാമറകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചതാണ്. ഇന്ന് ക്യാമറകളിലൂടെ ദൃശ്യങ്ങൾ പരിശോധിക്കുക, അല്ലെങ്കിൽ കടുവ ഏതെങ്കിലും ക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചിരുന്നു. പിന്നെ ഇന്ന് പ്രധാനമായിട്ടും ഒരു സംവിധാനം എന്ന് പറയുന്നത് ഡ്രോണാണ്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് വനംവകുപ്പ് നടത്തിയത്. ഈ ഡ്രോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനിമലിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടെങ്കിലും ഈ ഡ്രോണിലൂടെ സിഗ്നൽ ലഭിക്കും. അതനുസരിച്ച് ഈ ആനിമലിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. പിന്നീടുള്ള ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ കോന്നി സുരേന്ദ്രനെയും വിക്രമിനെയും ഉപയോഗിച്ചുകൊണ്ടുള്ള അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ കടുവയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. ഈ 2 ആനകളും നമുക്കറിയാം വയനാട് ജില്ലയിലും ഉൾപ്പെടെ നിരവധി ഓപ്പറേഷൻസുകൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വളരെ വിജയം ഉള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനകളെ ആയാലും ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ദൗത്യ സംഘത്തിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള 2 ആനകളാണ് വിക്രമും കോന്നി സുരേന്ദ്രനും. അപ്പോൾ അത്തരത്തിലുള്ള ആനകളെയൊക്കെ ഉൾവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന്റെ മുകളിൽ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ വനംവകുപ്പ് കടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ക്യാമറകളുടെ കാര്യം. നേരത്തെ സ്ഥാപിച്ച് പല ഇടങ്ങളിലും
ക്യാമറകളുടെ ആംഗിൾ മാറ്റിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ആംഗിളിൽ വെച്ചുകൊണ്ട് കടുവയെ നിരീക്ഷിക്കുക എന്നുള്ളതും വനം വകുപ്പ് ഇപ്പോൾ ആ ഒരു പ്രവർത്തികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ 2 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് ധന്യ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുൽപ്പള്ളി എന്ന് പറയുന്നത് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെ ഏത് 4 ഭാഗവും വനങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഒരു ബോർഡർ കടന്നാൽ നമുക്കറിയാം കർണാടക വനമേഖല, ബന്ദിപ്പൂർ ഉൾപ്പെടെയുള്ള വനമേഖലയ്ക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ നമുക്ക് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അവർക്ക് കഴിയുന്ന ഒരു തരത്തിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ ചതുപ്പ് നിലങ്ങൾ ഉൾപ്പെടെ ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ ഒരു പക്ഷേ കടുവയുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പ് രാവിലെ പരിശോധന നടത്തി. ഈ പരിശോധന നടത്തിയ സമയത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി മറ്റേതെങ്കിലും ഇടങ്ങളിലേക്ക് കടുവ മാറിയിട്ടുണ്ടോ എന്ന്. ഈ കടുവയെ കണ്ടെത്താൻ ഈ കുങ്കിയാനകളെ ഏത് തരത്തിലാണ് ഉപയോഗിക്കുക? ധന്യ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു നിരീക്ഷണത്തിന് വനംവകുപ്പ് തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ആനകളെ എത്തിച്ചുകൊണ്ട് വനത്തിനുള്ളിലേക്ക് കൂടുതൽ വനത്തിനുള്ളിലേക്ക് കടക്കുക എന്നുള്ള ഒരു ദൗത്യം വനംവകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെയാണ്. യെസ്, അതുപോലെ തന്നെ ഈ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ, മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കൂടുകളാണ് പ്രദേശത്തുള്ളത്. അപ്പോൾ ഈ കൂടുകളിൽ കുടുങ്ങിയിട്ടില്ലെങ്കിൽ മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന് മുമ്പിലുള്ള ഏക ദൗത്യം. നമുക്ക് മയക്കുവെടി വെക്കണമെങ്കിൽ അതിന് കൃത്യമായ പോയിന്റ് ചെയ്യണം. ഇത്ര കടുവ മയക്കുവെടി വെച്ച് അത് സഞ്ചരിക്കാനുള്ള ദൂരം ഉൾപ്പെടെ വനംവകുപ്പിന് കൃത്യമായ നിരീക്ഷണം ഉണ്ടാവണം. അപ്പോൾ ആ നിരീക്ഷണം എല്ലാം കൃത്യമായി പൂർത്തീകരിച്ചാൽ മാത്രമേ മയക്കുവെടി വെക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. അതിനെ ആദ്യമായി ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായ ഘടകമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഈ 2 കിലോമീറ്റർ അമരക്കുനിയുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ കടുവയുടെ ഇന്നത്തെ തെരച്ചിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ കടുവ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെങ്കിൽ അതുപോലെ കാടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വനംവകുപ്പിനെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നിലവിൽ വെച്ച ക്യാമറകളൊക്കെ പൊസിഷൻ മാറ്റുമ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ കടുവ കുടുങ്ങുമോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ഇനിയും ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്യാമറയും ഒക്കെ പരിശോധിച്ചുകൊണ്ട് കടുവയെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികളിലേക്ക് തന്നെയായിരിക്കും കടക്കുക തന്നെയാണ്. ശരി ഫൈസൽ.